നിങ്ങൾ നാട്ടിൻപുറത്തൊരു ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച ആളാണ് എങ്കിൽ നിങ്ങളുടെ കഥയാണിത്. ഇന്നലെ വാഴ 2 കണ്ടു. മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു ഇമോഷണൽ റോളർ കോസ്റ്ററാണ്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര കോമഡി, സെക്കൻഡ് ഹാഫിൽ ഭയങ്കരമായിട്ട് നമ്മളെ ഇമോഷണലി പല സിറ്റുവേഷൻസിലേക്ക് കൊണ്ടുപോകും. എന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കരച്ചിൽ തുടങ്ങി. ക്ലൈമാക്സ് വരെ ഇരുന്ന് കരയായിരുന്നു. അങ്ങനെയാണ് എന്നെ ആ മൂവി കൊണ്ടുപോയത്. അത് കൂടാണ്ട് ആ മൂവി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഇപ്പോൾ വിഷു ഒക്കെ എടുക്കാൻ പോവാം, നമ്മൾ വിഷുവിന് സ്ഥിരം കണ്ടു ചിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ദാ ഈ വീഡിയോ. ഈ പടം കണ്ടിറങ്ങിയ പിന്നെ എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ ചിരി വരുന്നില്ല. അതെൻ്റെ മാത്രം പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു വീഡിയോ ആ മൂവിയിൽ അങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുകൂടാണ്ട് ആ മൂവി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മളൊരു നാട്ടിൻപുറത്തൊക്കെ ജനിച്ച് അവിടുത്തെ ഒരു ഗവൺമെൻറ് സ്കൂളിലൊക്കെ പഠിച്ച്, അല്ലെങ്കിൽ കുറേ ഫ്രണ്ട്ഷിപ്പൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു സാധനം, ബ്രദർ സിസ്റ്റർ ബോണ്ട്, ഫ്രണ്ട്സ് ബോണ്ട്, ഈ സാധനമൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഇത് നമ്മുടെ കഥയാണ്. ഇത് എല്ലാ റിലേഷൻസിനെ കുറിച്ചുള്ള കഥയാണ്. അച്ഛൻ മോൻ ബോണ്ട് പറയുന്നുണ്ട്, ബ്രദർ ബ്രദർ ബോണ്ട് പറയുന്നുണ്ട്, ബ്രദർ സിസ്റ്റർ ബോണ്ട് പറയുന്നുണ്ട്. എല്ലാ സാധനങ്ങളുടെ ഇടയിൽ പ്യുവർ ലവ്, അവർക്കിടയിൽ വരുന്ന ചെറിയ ചെറിയ ക്ലാഷസ്, ആ സാധനങ്ങൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇമോഷണലി ഒപ്പിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ അഭിനയിച്ചവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് നമ്മൾ റീലിൽ കാണുന്ന ഏകദേശം എല്ലാ ആൾക്കാരും അതിലുണ്ട്. ആ റീലിൽ നമ്മൾ റെഗുലർ ഫീൽഡിലുള്ള അവരെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് തന്നെ ഈ സിനിമയിലേക്ക് വരണം. കാരണം അവർ ആ റീലിൽ കാണിക്കുന്നതല്ല ഈ മൂവിയിൽ എടുത്തു വച്ചിരിക്കുന്നത്. അവരുടെ ഒരു 100x ആണ് മൂവി അവർ തന്നിരിക്കുന്നത്. ഇമോഷണൽ സീൻസൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ കൂടെ നമ്മളിരുന്ന് കരയും. സോങ് അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്, ഈ സോങ് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ സോങ് ഇപ്പം കേൾക്കുമ്പോഴും നമ്മൾ കരയും. അങ്ങനെയാണ് ആ സാധനം അവിടെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോ സോങ്സ് ആയാലും ഓരോ സിറ്റുവേഷൻസ് ആയാലും അത്രയ്ക്ക് നമുക്ക് വാച്ച് ചെയ്യാൻ തോന്നുന്ന ലിസ്റ്റിൽ വരുന്ന ഒരു മൂവിയായിട്ട് എനിക്ക് വാഴ 2 തോന്നി. അതുപോലെ തന്നെ ആ മൂവി കണ്ടിറങ്ങിയിട്ട് ഇറ്റ്സ് ലൈക്ക് ഒരു ഒറ്റ വാച്ചിൽ നമ്മൾ ഇറങ്ങി തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ആ ഹാങ് ഓവർ പോവില്ല. നമ്മളിങ്ങനെ നമ്മളെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കും, നമ്മുടെ സിറ്റുവേഷൻസ്, നമ്മുടെ ചുറ്റിനുള്ള ആളുകൾ, നമ്മൾ വന്ന ലൈഫ് സ്റ്റൈല്, ലൈഫ് നമ്മൾ ജീവിച്ചത്, ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം നമ്മൾ ആലോചിക്കും. എന്ന് വെച്ചാൽ കൈൻഡ് ഓഫ് ഒരു ചിലപ്പോൾ 2 3 ദിവസം വരെ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഹാങ് ഓവർ ഉണ്ടാവാം. ഞാൻ ഇന്നലെ വന്നിട്ടും പടം കണ്ട് വന്നു കഴിഞ്ഞിട്ടും ഇതേ ഇരുത്തത്തിൽ ആ ഹാങ് ഓവറിൽ ഇരുന്നിട്ട് കുറേ നേരം ഇരുന്ന് ആലോചിച്ചു. കുറേ ലൈക്ക് ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ഇമോഷണലി ഇതാവും. നമ്മുടെ ഉള്ളിൽ നിന്ന് പഴയ മെമ്മറീസ് വരും. നമ്മൾ എവിടേക്കോ ജീവിച്ച് തീർന്ന ജീവിതമല്ല, നമ്മൾ ജീവിച്ച ജീവിതമാണ് അവരവിടെ എടുത്തു വച്ചിരിക്കുന്നത്. സോ യാ, ഒരു മസ്റ്റ് വാച്ച് ഫിലിം എന്ന് പറയാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അതുപോലെ തന്നെ ഒരു 100% റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു മൂവിയായിട്ട് എനിക്ക് വാഴ 2 തോന്നി.